കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹരിയാന അതിർത്തിയിൽ സമരം നടത്തുന്ന സമരക്കാർക്ക് ഇതുവരെ ലക്ഷ്യം കാണാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സമരക്കാർക്ക് പഴയതുപോലെ ഹൈലൈറ്റ് കിട്ടുന്നില്ല, ഹൈപ്പ് കിട്ടുന്നില്ല. ഈ അവസരത്തിൽ പുതിയൊരു സമരമുഖം തുറന്നിരിക്കുകയാണ് സമരക്കാർ. നമുക്കറിയാം, ഈ സമരം തുടങ്ങിയത് മുതൽ വിവിധ മാധ്യമങ്ങൾ പറഞ്ഞതാണ് ഇവർക്ക് രക്തസാക്ഷിയെ കിട്ടുന്നതിന്, അല്ലെങ്കിൽ രക്തസാക്ഷിയെ ഉണ്ടാക്കിയെടുത്ത് നാടകത്തിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ്. അതിനുവേണ്ടി പല ശ്രമങ്ങളും അവർ നടത്തി. ഏതായാലും ഈ തിക്കിലും തിരക്കിലും പെട്ട ഈ സമരത്തിൻ്റെ ഒരു സമരഭടൻ മരിച്ചിരുന്നു. ശംഭൂകരൻ എന്നാണ് ആ യുവാവിൻ്റെ പേര്. ഈ ശംഭൂകരൻ്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് റോത്തക്കിലെ PGIM എയിംസ് ആശുപത്രിയിലാണ്. ഈ എയിംസ് ആശുപത്രിക്ക് മുമ്പിൽ തമ്പടിച്ചിരിക്കുകയാണ് കർഷകർ. അവർ പറയുന്ന ഒരു ഡിമാൻഡ്, ഹരിയാന പോലീസിനെതിരെ 302 പ്രകാരം, അതായത് കൊലക്കുറ്റത്തിന് കേസെടുത്താൽ മാത്രമേ തങ്ങൾ ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി നൽകൂ എന്നാണ് ഈ സമരക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കനത്ത ജാഗ്രതയിലാണ്. കാരണം ഈ ബോഡി വെച്ചിട്ട് അവർ കളി കളിക്കാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. നമ്മളിത് UP-യിലൊക്കെ കണ്ടതാണ്, ഖരേപൂരിലൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. ഏതായാലും അത്തരത്തിലൊരു നീക്കം കർഷകർ നടത്തുമോ എന്നറിയില്ല. ഏതായാലും ബോഡി വെച്ച് വിലപേശുക, അല്ലെങ്കിൽ ബോഡി വെച്ചിട്ട് ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുക എന്നൊരു നീക്കത്തിലേക്കാണ് കർഷകർ പോകുന്നത്. പഞ്ചാബ് പോലീസ് ഇതിനിടയ്ക്ക് ഹരിയാന പോലീസിനോട് മൃതദേഹം വിട്ടുതരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.